കേരളത്തിലെ ആശാ വർക്കേഴ്സിന്റെ സമരം ഇന്ന് 20ാം ദിവസം എത്തിയിരിക്കുകയാണ്. ഈ സമരവേദിയിൽ കേന്ദ്ര ടൂറിസം പെട്രോളിയം വകുപ്പ് സഹമന്ത്രി BJP നേതാവുമായിട്ടുള്ള ശ്രീ സുരേഷ് ഗോപി ഇന്ന് പാർട്ടി നേതാക്കന്മാരോടൊപ്പം സന്ദർശിക്കുകയുണ്ടായി. സമരം നടത്തുന്ന ആശാ വർക്കേഴ്സിന് അവരുടെ സമരത്തിന് എല്ലാവിധമായിട്ടുള്ള ധാർമ്മികമായ പിന്തുണയും അദ്ദേഹം ഓരോരുത്തരെയും നേരിട്ട് കണ്ട് അവർക്ക് നൽകുകയുണ്ടായി. അതിക്രൂരമായിട്ടുള്ള ഒരു സമീപനമാണ് പിണറായി വിജയൻ സർക്കാർ കേരളത്തിലെ ആശാ വർക്കേഴ്സിനോട്, ആയിരക്കണക്കിന് വരുന്ന ആശാ വർക്കേഴ്സിനോട് കാണിക്കുന്നത്. അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ പോലും കേരളത്തിലെ മുഖ്യമന്ത്രി ഈ 20 ദിവസമായിട്ട് തയ്യാറായിട്ടില്ല എന്നുള്ളത് ഒരു ഫാസിസ്റ്റ് ആയിട്ടുള്ള മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത് എന്നതിന്റെ തെളിവാണ്. അവരുടെ കുടിശ്ശിക തീർത്തു എന്നുള്ളത് ഒരു ആശ്വാസകരമാണ്. പക്ഷെ അവരുടെ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുക എന്നുള്ള ന്യായമായിട്ടുള്ള ഒരു ആവശ്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. അടിസ്ഥാന ശമ്പളം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. സാമാന്യന് ഒരു കൂലിപ്പണി ചെയ്യുന്നവർക്ക് കിട്ടുന്നതിന്റെ 3 മാത്രം ശമ്പളം കിട്ടിക്കൊണ്ട് യാതൊരു ഭേദമില്ലാതെ ഈ തെരുവീതികളിൽ പണിയെടുക്കുന്ന പാവപ്പെട്ട വനിതകളാണ് ആശാ വർക്കേഴ്സ്. അവരോട് മര്യാദയെങ്കിലും കാണിക്കാൻ പിണറായി വിജയൻ തയ്യാറാകണമെന്നുള്ളതാണ് BJPക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇവിടെ നടക്കുന്ന ഒരു രാഷ്ട്രീയ സമരമല്ല. പക്ഷേ BJP ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ശ്രീ V മുരളീധരനും ശ്രീമതി ശോഭാ സുരേന്ദ്രനും ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ നേതാക്കന്മാർ ഈ വേദിയിലേക്ക് വന്നു. അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി തന്നെ വന്നു. ഇതെല്ലാം മനുഷ്യ സഹജമായിട്ടുള്ള മനുഷ്യത്വത്തിന്റെ പേരിലാണ് ഞങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അല്പമെങ്കിലും മനുഷ്യത്വം ഈ പിണറായി വിജയനും ഈ ഭരണകൂടത്തിനും അവശേഷിക്കുന്നുണ്ടെങ്കിൽ ആശാപ്രവർത്തകരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും അവർക്ക് അവരുടെ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുക്കാനും തയ്യാറാകണമെന്ന് BJP ആവർത്തിച്ച് ആവശ്യപ്പെടുകയാണ് ഇവിടുത്തെ സർക്കാരിനോട്.